എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇന്നത്തെ അവിടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല കിടിലനായിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ആവാനും അതേപോലെ നല്ല ഗ്ലോ ആവാനൊക്കെ വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫേസ് വാഷ് പൗഡർ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല കിടിലനാണ് ഈ ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. നല്ല യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ അത് മറക്കാതെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രീമിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഗ്ലോ ചെയ്യാനും അതേപോലെ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വേണ്ടിയുള്ളൊരു ക്രീമാണ്. അതേപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഡെഡ് സെല്ല് ഇതൊക്കെ ക്ലിയർ ആവാനായിട്ട് ഈ ഒരൊറ്റൊരു ക്രീം മതി. അതേപോലെ നല്ല നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിൻ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ആകെ 2-3 ഐറ്റംസ് മാത്രം മതി നമ്മൾ ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊരു 1 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ നമുക്ക് പോയിട്ട് അത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട് ഒറ്റ കളിയില്ല. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ കാലത്ത് അവരൊക്കെ എന്ത് ഡയറ്റും കാര്യങ്ങളാണ് നോക്കിയായിരുന്നു അല്ലേ. അവരൊക്കെ ഇപ്പോഴാണ് അയ്യോ അരി കഴിക്കാൻ പാടില്ല, ഫാറ്റാണ്, തടി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അവർ ഇതൊക്കെ തന്നെയല്ലേ കഴിച്ചിരുന്നത്. പക്ഷെ അവരൊക്കെ എന്താ പറയുക, നല്ല സുന്ദരികളായിരുന്നു. അതേപോലെ തന്നെ നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ടിരുന്നാണല്ലേ. ഒരു ഡയറ്റും കാര്യങ്ങളും അവരെടുത്തിട്ടുണ്ടെന്ന് തോന്നണില്ല അല്ലേ. ഇപ്പോഴാണ് നമ്മളിങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കേട്ടോ, അവർ നല്ല അധ്വാനികളായിരുന്നു. രാവിലെ തന്നെ നേരത്തെ രാവിലെ എഴുന്നേക്കും അവർ. അതായത് അവരുടെ ജീവിതശൈലി വ്യത്യാസം ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെയല്ല. അവരത് രാവിലെ എഴുന്നേക്കും, 4 മണിക്കും 5 മണിക്കൊക്കെ എഴുന്നേക്കും. പക്ഷെ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്ന ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുക, നേരെ കാലത്തെ ഭക്ഷണം വരെ ഉണ്ടാക്കിയിട്ട് നേരെ അവർ വയലിലാണോ എവിടെയാണോ പണിസ്ഥലം അവിടെ പോയി എല്ലുമുറിയെ പണിയെടുക്കാന്ന് പറയുന്ന പോലെയാണ് അവർ പണിയെടുക്കുന്നത്. എന്നിട്ട് അവർ കുടിക്കുന്നത് കഞ്ഞി തന്നെയാണ്. കഞ്ഞിയോ വല്ല കാന്താരിമുളകോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് അവർ കഞ്ഞി കുടിക്കുന്നത്. കപ്പയും ഒക്കെ ആയിരിക്കും അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഉച്ചയ്ക്കും കഞ്ഞി തന്നെയാണ്, വൈകുന്നേരവും ഈ ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അത് കഴിഞ്ഞ് രാത്രി പക്ഷെ അവർ 7 മണിക്ക് മുമ്പേ അത്താഴം കഴിച്ച് അതിനുശേഷം കഴിച്ച പാടെ വള്ള പഠിച്ചെന്ന് പറഞ്ഞാൽ കിടക്കല്ല ചെയ്യുക. അവരെന്താ ചെയ്യുക, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റേ അത്താഴത്തിന് ശേഷം ഉലാത്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും വായിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. അവർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് വയറിനൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം നേരത്തെ അവർ കിടന്നുറങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജീവിത ശൈലി നമ്മളൊക്കെ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുവിധം ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ അത് ഇത് തടി വയ്ക്കണ പ്രശ്നം, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങൾ നമ്മുടെ മാറി കിട്ടും കേട്ടോ. നമ്മളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പഴയ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും നമുക്ക് പറ്റില്ലല്ലേ. നമ്മൾ ഒരുപാട് സാഹചര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല ഒറ്റയടിക്ക്. പല ഇതുകളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. നമുക്ക് നേരിട്ട് നമ്മുടെ ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിയാണ് കേട്ടോ. അപ്പോൾ പച്ചരി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ്മതി റൈസ് അല്ലേ, നമ്മുടെ ബിരിയാണി അരി, അതെടുക്കാം കേട്ടോ. കൂടുതലും പച്ചരിയോ അങ്ങനത്തെ അരിയോ എടുക്കാം. പിന്നെ നമ്മൾ ചോറിനണ അരി നമുക്ക് അത്രയ്ക്ക് അങ്ങ് ചിലപ്പോൾ കുത്തരിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അത് കാരണം അത്രയ്ക്ക് അങ്ങ് ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. പച്ചരി അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസോ അതെടുക്കാം. അപ്പോൾ ഈ അരിയുടെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഇതിലും നമ്മൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റൻ ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മുടെ ഈ റൈസ് എന്ന് പറയുന്നത്. ഒരു കൊറിയൻ സീക്രട്ട്, അവരൊക്കെ യങ് ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റൈസാണെന്നാണ് പറയുന്നത്. നല്ല പോലെ ഗ്ലോ ചെയ്യാനും നമ്മുടെ ഡെഡ് സെല്ലിനെ റിമൂവ് ചെയ്യാനും, അതായത് നല്ലൊരു സ്കിന്നിന് നല്ലൊരു നറിഷ്മെൻ്റ് ആണ്. നല്ല ലൈവായിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഇതായിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആവും. മറ്റ് പാടുകൾ, ബ്ലാക്ക് ആയിട്ടുള്ള സ്പോട്ടുകൾ, മറ്റ് പിമ്പിൾസിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല പോലെ റെഡ്യൂസ് ചെയ്യും. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറി കിട്ടും കേട്ടോ. അതേപോലെ ഡെഡ് സെല്ലുകൾ റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നമ്മുടെ സ്കിന്നിന് നല്ല എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് റൈസ്.
പിന്നെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ. അതും നമ്മുടെ വീട്ടിൽ എന്തായാലും അടുക്കളയിൽ ഉണ്ടാവുമല്ലോ, അതും എടുക്കാം. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിനെ നല്ല പോലെ വാഷ് ചെയ്തെടുക്കാം. ഇനി അതേപോലെ തന്നെ പൊട്ടറ്റോ എടുക്കാം. പൊട്ടറ്റോ നല്ല എന്താ പറയുക, നല്ല അടിപൊളിയാണ് കേട്ടോ സ്കിന്നിന് പൊട്ടറ്റോ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോൻ്റെ ഒരു ഹെയർ ഇത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഡാൻഡ്രഫിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ഫസ്റ്റ് 1-2 യൂസിനുള്ളിൽ തന്നെ നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അപ്പട്ടെ പിടിച്ച് കെട്ടിക്കൊണ്ട് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കം ടു നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പൊട്ടറ്റോ അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി, ഇത് പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കുക, അരിയും കൂടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊരു പാത്രത്തിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ വേവിച്ച് അത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ ഉടയ്ക്കാൻ പറ്റുന്നു ആ പരുവം വരെ നമ്മൾ വേവിച്ച് നല്ല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയങ്ങ് എടുക്കാം. അതിനുശേഷം നല്ല പോലെ തണുത്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അങ്ങ് അരച്ചെടുക്കാം. ഒരു തരി പോലും കട്ടയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 കാര്യം കൂടി ചേർക്കണം. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കേട്ടോ. സ്കിന്നിന് നല്ല പോലൊരു നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ. 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളില്ലേ, അതൊരു 2 എണ്ണം പൊട്ടിച്ച് അതും ചേർക്കാം. വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്, അതേപോലെ തന്നെ നമ്മുടെ ഹെയറിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മുടെ ഈ 2 ഓയിലുകൾ നമ്മൾ ചേർക്കുന്നത് നല്ല പോലെ മിക്സ് ആവണം. അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കി അങ്ങ് എടുക്കാം. നമ്മുടെ ഈ ക്രീമിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏജ്ഡ്, അതായത് ഒരു കൊളേജൻ പ്രോഡക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏജ്ഡ് ആവുമ്പോൾ നമ്മുടെ ഈ സൈഡ് ഇങ്ങനെ തൂങ്ങുക, ചുളിവുകൾ വരിക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തടയാനും നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കിഡിലിനായിട്ടുള്ള ക്രീമാണിത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് ക്രീം നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല പോലെ ക്ലീൻ ആയിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് നമ്മൾ നല്ല പോലെ തുടച്ച് വെള്ളമൊന്നുമില്ലാന്ന് വരുത്താം. അതിനുശേഷം നമ്മളൊരു സ്റ്റീം കൊടുക്കണം നമ്മുടെ ഫേസിന്. അപ്പോൾ ഈ സ്റ്റീം കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പോസുകളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നു അത് നല്ല പോലെ നമ്മുടെ ഫേസിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആവി പിടിക്കുന്ന സാധനമില്ല, ഇപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിച്ചാലും മതി. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഒരു ടവല് നല്ല ചൂടുവെള്ളത്തിൽ മുക്കി ലൈറ്റായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മുടെ ഫേസിൽ നല്ല പോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോസുകളൊക്കെ നല്ല പോലെ ഓപ്പൺ ആവും. അതിനുശേഷം നമ്മുടെ ഈ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഫേസിലേക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊന്നുമില്ല, നമ്മൾ എടുക്കുക. അപ്പം നെക്കും നമ്മൾ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. നെക്കിൽ കൊടുക്കുക, ഫേസിൽ കൊടുക്കുക, നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു 1 hour വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ബെറ്ററായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി അതിനൊന്നും പറ്റില്ല, നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റ് എന്തായാലും നമ്മൾ നമ്മുടെ ഫേസിൽ ഇത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. നല്ല ഒരു എന്താ പറയുക, നല്ല കിട്ടിനായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും. അത്ര സൂപ്പറായിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ക്രീം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കാമെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല കിടിലനായിട്ടുള്ളൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ശ്രുതി സൈനിങ് ഓഫ്. ബൈ.